വെൽക്കം ഡോക്ടർ രജിത് കുമാർ. സർ സ്വാഗതം. നമ്മളെനിക്കൊരു ഒരു വർഷത്തിനുള്ളിലാണ് പിന്നെയും നമ്മൾ ഇരിക്കുന്നത്. ഒരു വർഷത്തോളമായി നമ്മൾ ലാസ്റ്റ് ഇരുന്നത്. അന്ന് നമ്മളൊരു കോമൺ ഇന്റർവ്യൂ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് സൂപ്പർ ജിമിനിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. റിലീസ് ആണ് പടം. ജിംനി ഷീസ് റൈറ്റ് എന്നാണ് അതിന്റെ. ഷീ വാസ് റൈറ്റ്, അവൾ ശരിയായിരുന്നുള്ളത്. സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ്. ഷീ വാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എന്താണ് പ്രസന്റ്? ആദ്യം അവൾ ശരിയല്ല എന്നുള്ള കോൺസെപ്റ്റിലായിരുന്നു അത്. പിന്നെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ ശരിയായിരുന്നു എന്ന്. പലപ്പോഴും മരണത്തിലൂടെയാണല്ലോ നമ്മൾ ആ ആൾ നല്ലതായിരുന്നു എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കുറേ പേരെ നല്ലതെന്ന് പറയില്ലല്ലോ. ഇപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഈ കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഓഡിയൻസിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, അങ്ങനെ അതൊന്നുമില്ല. ഞാനിതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. എല്ലാ സംഭവങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. അത് വേറെ ലെവലിലൂടെ ട്വിസ്റ്റ് ചെയ്ത് തിരിഞ്ഞു പോവുകയാണ്. ഓക്കെ. ഈ സൂപ്പർ ശരണ്യ എന്നൊക്കെ പറയും, സൂപ്പർ ജിംനി ഒരാളുടെ പേരാണോ? എന്താണ് ശരിക്കും അത് പറയുന്ന വിഷയം? അത് നമ്മൾ പലരും ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ അനൂപ് പുരുഷോത്തം എന്ന് പറയുന്ന ഡയറക്ടറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ജിംനി എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് എന്തോ ഒരു പ്രത്യേകത കൊണ്ട് എടുത്തു. എന്തുകൊണ്ടാണ് എടുത്തത് അത് അങ്ങനെ അദ്ദേഹത്തിന് എവിടെ നിന്നോ കിട്ടി. കഥയായിട്ട് ബന്ധമില്ല. അതുമായിട്ട് ബന്ധമില്ല. അപ്പം വെറുതെ ഒരു പേരിട്ടതാണ് അത്. ആ ടൈറ്റിലാണ്. പക്ഷെ അത് സൂപ്പറാണ്. മാരുതിക്കൊരു ജിംനി ഉണ്ടല്ലോ, മാരുതി ജിംനി സൂപ്പറാണ്. ആ ജിംനിയുടെ ചോട് പിടിച്ചൊക്കെയല്ലേ മറ്റ് സാധനങ്ങളൊക്കെ വന്ന. ജിംനി നേരത്തെ ഉണ്ടല്ലോ. ജിപ്സിയാണത്. ജിപ്സി ചേട്ടാ റിലേറ്റീവ് ജിംനി. ഇത് ജാപ്പാനീസ് ബേർഡ്സ് ഒക്കെ അല്ലേ, ചൈനീസ് ജാപ്പാനീസ് ബേർഡ്സിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു മീനിങ് ഫുൾ സാധനം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാവും. അദ്ദേഹം ഒരു അവാർഡ് ഡയറക്ടറാണല്ലോ, കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം സീക്രസിയാണ്. എനിക്ക് പോലും ഇതിനകത്ത് ഫുൾ എന്തൊക്കെയെന്ന് അറിയില്ല എന്നുള്ളതാണ്. റിലീസ് വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ നാളെ അത് റിലീസ് ചെയ്യുമ്പോഴാണ് സൂപ്പർ ജിംനി എന്ന് പറയുന്ന സിനിമയിൽ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ എന്നുള്ളത്. പക്ഷേ സ്ക്രിപ്റ്റ് അറിയാം. സ്ക്രിപ്റ്റ് ഫുൾ അറിയാം, ബാക്കി കാര്യങ്ങൾ അറിയാം. പക്ഷെ മേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാർട്ടും എന്നോടൊപ്പം ഉള്ളത് മാത്രമേ കാണാൻ പറ്റൂ. മനസ്സിലായി. പിന്നെ ഡബ്ബിന് പോകുമ്പോൾ നമ്മുടെ പാർട്ടല്ലേ ഉണ്ട്. അപ്പോൾ ഫുള്ള് വേണമെങ്കിൽ പ്രിവ്യൂ വരണമല്ലോ, പ്രിവ്യൂ ഷോയിലേക്ക് പോകണമല്ലോ. പ്രിവ്യൂ ഷോ ഞാൻ പോയില്ല. ഈ എനിക്കൊരു ഇതിലെ കഥാപാത്രം എന്താണ് സാറിൻ്റെ? ഇതിനകത്ത് കഥാപാത്രം എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം പോവും എന്നുള്ളതാണ്. കാരണം ത്രൂ ഔട്ടൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഹൈലൈറ്റാണ്. ഇപ്പം നായിക മീനാക്ഷിയാണ്. 32 ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇതിൽ പല സ്ഥലങ്ങളിലും ട്വിസ്റ്റുകൾ വരുന്നൊരു കഥയാണ്. അപ്പം ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ആ പെൺകുട്ടി ഒരു കോളനിയെയും ഒരു പ്രദേശത്തെയും ലഹരി വിമുക്തമാക്കാനും അവിടുത്തെ പല പല പ്രശ്നങ്ങൾ, ഒരുപാട് സാമൂഹിക പ്രോബ്ലംസ് ഉണ്ട്. ആ സാമൂഹിക പ്രോബ്ലംസ് എല്ലാം ഞാൻ പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് റിലവൻസ് കുറയും. അപ്പോൾ എങ്ങനെ പോയാലും 5-ലധികം പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം ഈ ഒന്നുമില്ലാത്ത ഒരു കുട്ടി കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് ആ കുട്ടി ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന തലത്തിൽ നിന്നാണ് സംഗതികൾ തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത പലപ്പോഴും ഗാന്ധി ജയന്തി വരുമ്പോൾ മാത്രമാണ്, സേവനവാരം വരുമ്പോഴാണ് നമുക്കുള്ളത്. അത് സ്കൂൾ അവധിയുള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഓരോ കുട്ടികളുടെയും ഉള്ളിൽ, ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ശുചിത്വവും വ്യക്തി ഡെവലപ്മെൻറ്റ്, ആ ഒരു എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ളൊരു വളർച്ച അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളെത്തും. അങ്ങനെയാണ് മഹാത്മാഗാന്ധിയും APJ അബ്ദുൽ കലാമും വിവേകാനന്ദ സ്വാമി, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തന്നെ നമ്മൾ നെൽസൺ മണ്ടേല എടുത്താലും എല്ലാവരും എടുത്തത് അവരെല്ലാം ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ്. അവരെല്ലാവരോടൊപ്പം ഉണ്ടെന്നാൽ പക്ഷേ പലപ്പോഴും അവർ ഒറ്റയ്ക്കാണ്. ആ ഇൻഡിവിജ്വാലിറ്റിയാണ് അവരെ ചരിത്ര പുരുഷന്മാരാക്കി മാറ്റിയത്. അപ്പോൾ ഈ സിനിമയിൽ പുള്ളിക്കാരത്തി സമാന പ്രായത്തിലുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ലഹരികളുടെ അടിമകളാണ്. കുറേ പെൺകുട്ടികളും കുറേ ആൺകുട്ടികളും. അതുകൊണ്ട് നമുക്ക് ദുഃഖമാണ്. സുമേഷിന് അറിയാമായിരിക്കും, 15-17 വർഷക്കാലം എന്ന് വെച്ചാൽ ഈ ഒരു 2020 മുമ്പ് ഒരു 10-15-17 വർഷക്കാലം ഞാൻ കൗൺസിലിംഗ് ഷോകൾ നടത്തി. ആൻറ്റി ഡ്രഗ്സും എക്സൈസിനും പോലീസിനും വേണ്ടിയൊക്കെ ക്ലാസ്സുകളും ഷോകളും എല്ലാം നടത്തി. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ പലയിടത്തും എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണർ മോഹൻ സാറ്, ഇവിടുത്തെ എറണാകുളം DC ഡെപ്യൂട്ടി കമ്മീഷണർ രഞ്ജിത്ത് സാർ, ഇവരെയൊക്കെ ഇരിക്കുമ്പോഴാണ് +2, +1 സ്കൂൾ കുട്ടികൾ ചിലർ സ്റ്റേജിൽ കയറിയിട്ട് ചുണ്ടിൻ്റെ അടിയിൽ നിന്ന് ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇനി മേലെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുന്നു.
നമ്മുടെ പവർഫുൾ ക്ലാസ്സുകളായിരുന്നു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ. അതിൽ കുട്ടിയെ മാനസാന്തരപ്പെടുത്തുന്നു, കുട്ടി കരയുന്നു എന്ന് പറഞ്ഞ് എനിക്കെതിരെ പിന്നെ ബഹളങ്ങളായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. അടിച്ച് കരയിക്കുന്നതല്ല, നമ്മൾ കാണിക്കുന്ന വിഷ്വൽസിലൂടെ അവൻ അല്ലെങ്കിൽ ആ കുട്ടി പെൺകുട്ടി അവർ നഷ്ടപ്പെടുത്തിയ സമയവും അവർ മനസ്സിലാക്കാത്ത മാതാപിതാക്കളുടെ ആ വേദനയും എല്ലാം തിരിച്ചറിഞ്ഞപ്പം ഒരു സെക്കൻഡ് അവരുടെ കണ്ണിലൂടെ ഒഴുകിയ ആ ഒരു കുമ്പസാരം. അങ്ങനെ മുമ്പ് അധ്യാപകരുടെ മുമ്പിൽ കുട്ടികൾ കരയുമായിരുന്നു. നമ്മളെ കരഞ്ഞിട്ടുണ്ട്, മാർക്ക് കുറയുമ്പോൾ സോറി സാറേ അടുത്ത പ്രാവശ്യം ഞാൻ കൂടുതൽ മാർക്ക് വാങ്ങിക്കാമെന്നാണ്. പാരൻസിൻ്റെ മുമ്പ് കരയുമായിരുന്നു, നല്ല കരച്ചിൽ. ഇന്ന് പാരൻസിൻ്റെ മുമ്പ് കുട്ടി കരയില്ല. നിർബന്ധ ബുദ്ധി മൊബൈൽ കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലുണ്ടെങ്കിൽ നിർബന്ധ ബുദ്ധി കരച്ചിലുണ്ട്, നല്ല കരച്ചിലില്ല. അധ്യാപകരുടെ മുമ്പിൽ ഒട്ടും കരച്ചിലില്ല. പിന്നെ ഇന്നത്തെ കുട്ടികളിൽ കുറേ പേര് കരയുന്ന പോലീസിൻ്റെ മുമ്പിലും ജയിലിലുമാണ്, കോടതിയിലുമാണ്, അല്ലേ? ആ തലത്തിലേക്ക് ആ കുട്ടികളെ കൊണ്ടെത്തിയതാക്കിയത് ആരാണ്? പാരൻസ് തന്നെയാണ്. സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടെക്നോളജിയുടെ കടന്നുവരവ് തീർച്ചയായും സൊസൈറ്റി തന്നെയാണ്, സൊസൈറ്റി. പക്ഷേ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം IAS കിട്ടിയ പെൺകുട്ടി പറഞ്ഞതെന്താണ്? ഇപ്പോഴത്തെ IAS കിട്ടിയ പെൺകുട്ടി പറഞ്ഞ്, ഞാൻ 3 വർഷം ആയി മൊബൈൽ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നില്ല. എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ. മൊബൈൽ ആയിരുന്നു എൻ്റെ ആദ്യ പ്രാവശ്യങ്ങളിലെ എൻട്രൻസ് കിട്ടാനുള്ള തടസ്സമായി മാറിയത്. മൊബൈൽ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാറ്റി വെച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തപ്പം ആദ്യത്തെ 56 റാങ്കിലോ 40 റാങ്കിലോ അകത്ത് കണ്ട കുട്ടി വന്നു. IAS. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നു. ഒന്നും വേണ്ട, ഇന്ന് ഏറ്റവും വലിയ വനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം തുള്ളലുകൾ, റീൽസ്. സത്യം പറ, ഇടയ്ക്കിടയ്ക്ക് നീ അതിനകത്ത് കയറി ഒളിഞ്ഞു കണ്ടിട്ട് നോക്കിയല്ലേ പല പല കുലുക്കങ്ങൾ അതിനകത്ത് വരുന്നില്ലേ, ചാട്ടം വരുന്നില്ലേ, ഹാഫ് നൂഡ്, മുക്കാൽ നൂഡ്. ഈ കുലുക്കം കണ്ട് ഒരു പരിധി കഴിയുമ്പം 10 വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ മനസ്സിലാവും, 12 വയസ്സുള്ള ആ കൗമാരപ്രായത്തിലേക്ക്. മുമ്പ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കുള്ള കൗമാരപ്രായം എത്രയായിരുന്നു? 18 വയസ്സ് 20 വയസ്സ് എന്ന് പറയുന്ന കൗമാരപ്രായം. ഇന്നത്തെ കൗമാരപ്രായം എത്രയാണ്? 7 വയസ്സ് 8 വയസ്സ്. കാരണം എന്നാൽ 9 വയസ്സും 10 വയസ്സുള്ള കൊച്ചുങ്ങളൊക്കെ ചിലടത്ത് പ്രസവിക്കുന്നു, പ്രഗ്നൻ്റ് ആകുന്നു എന്നുള്ള ന്യൂസ് നിങ്ങൾ തന്നെയല്ലേ കൊടുക്കണം. എന്നും കള്ളത്തരമല്ലല്ലോ, അല്ല. അപ്പോൾ 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടി പ്രസവിക്കണമെങ്കിൽ അതിന് മുമ്പേ ഈ എൻഡോക്രൈൻ സിസ്റ്റവും ഹോർമോണൽ ആക്ടിവേഷനും ഒക്കെ നടക്കണ്ടേ? അത് നടക്കണമെങ്കിൽ ഈ കാഴ്ച, കണ്ണ് എന്ന് പറയുന്ന സാധനം, ഈ ബ്ലൂ ഫിലിം ഉൾപ്പെടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വേണ്ടാത്ത അതിപ്രസരം ഈ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായി പോയി നോക്കാം. മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നും ഗ്രൗണ്ടിൽ പോയിരുന്നും ഒക്കെ നോക്കും. നോക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ എനിക്കിതിപ്പോൾ കാണാൻ പാടില്ല, ഞാൻ കാണാൻ പാടില്ല. കുട്ടിക്ക് സ്വയം നിയന്ത്രണം കൊടുത്ത് പഠിപ്പിച്ചെടുക്കേണ്ടത് ആരാണ്? നാട്ടുകാരാണ്, പാരൻസാണ്. ആ പാരൻസ് കുട്ടിക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുത്ത്, അല്ലാതെ പാരൻസിന് ഇവരോടൊപ്പം സ്കൂളിൽ പോയിരിക്കാൻ പറ്റുമോ, കോളേജിൽ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട മൂല്യങ്ങൾ മുമ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ നിന്ന് 5 വർഷം ബാക്കിലേക്ക് നോക്കിയാൽ 17 വർഷക്കാലം 2000-ഓളം ഷോകൾ, കൗൺസിലിംഗ് ഷോകൾ നടത്തി. ഇത്രത്തോളം കുട്ടികൾ പോയിട്ട് ഇങ്ങനെ ഒന്നും കുട്ടികൾ കത്തിയെടുത്ത് കുത്തുകയോ അല്ലെങ്കിൽ വെട്ടുകയോ പ്രിൻസിപ്പലിന് നേരെ ഇതൊന്നും കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം അന്നത്തെ എൻ്റെ കൗൺസിലിംഗ് ഷോ ഉണ്ടെന്ന് അവകാശവാദം എടുക്കാൻ വേണ്ടിയല്ല, അന്ന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് IPSകാർക്ക്, സിവിൽ സർവീസിലുള്ള IPS ഓഫീസേഴ്സിനറിയാം, IASകാർക്കറിയാം, എക്സൈസ് കമ്മീഷണർമാർക്കറിയാം, അങ്ങനെ ഒരുപാട് അതോറിറ്റികൾക്കറിയാം, പ്രിൻസിപ്പൽമാർക്കറിയാം, സാർമാർക്കറിയാം. അപ്പോൾ കുട്ടിയെ ലഹരിയിൽ നിന്ന് മാറ്റി വലിയ മൂല്യബോധമുള്ള കുട്ടിയാക്കി നല്ല വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുട്ടിയെ മാറ്റിയെടുത്തപ്പോൾ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ അസ്വസ്ഥത, അങ്ങനെ നമ്മളെ അടിച്ചൊതുക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി. ഇപ്പം തന്നെ ഈ ഇന്നത്തെ കാലത്തുള്ള വസ്ത്രധാരണത്തിൽ ചിലയിടത്തൊക്കെയുള്ള വസ്ത്രധാരണം, ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ ചിലന്ന് വസ്ത്രം പ്രശ്നം വന്നപ്പോൾ സുമേഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 15-17 വർഷം മുമ്പ് ഞാനാണ് പണ്ട് ആദ്യമായിട്ട് ചാനൽ ചർച്ചകളിൽ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ലെഗിൻസിനും ജീൻസിനും എതിരെയൊക്കെ ചർച്ചകളിൽ ഭയങ്കര ഫൈറ്റ് തുടങ്ങിയത്, ഓർമ്മയുണ്ടോ? എത്ര വർഷക്കാലം. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തിവെച്ചു. ആർക്ക് വേണ്ടി? അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് സത്യസന്ധമായി കാര്യം സംഭവിക്കുന്നു. ഒന്ന് സംഭവിച്ചു പോയിട്ട്, ഇപ്പം ആ ഒരു പ്രിൻസിപ്പലിനോട് കയർത്ത അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യൻ്റെ കാര്യം പറഞ്ഞു. ഈ സിനിമയിൽ സൂപ്പർ ജിംനി എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലെ കുറേ ഇൻസിഡൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി ആളോണെ സഡൻ ഇങ്ങനെയങ്ങ് പ്രിൻസിപ്പലിനോട് പറഞ്ഞു പോയതാണോ? ആ കുട്ടി ആ ലെവലിലായി തീർന്നു അല്ലേ? ആ കുട്ടി ആ ലെവൽ, അല്ലാതെ ആ കുട്ടി ജന്മനാൽ മോശമല്ല. ഞാനെപ്പോഴും സംഭവിക്കുന്ന ഇൻസിഡൻറ്റിനെ കുറിച്ചല്ല പറയുക,
അത് കാരണങ്ങളാണ് പറയുക. അപ്പം നമ്മൾ ഇതിനെ ട്രേസ് ഔട്ട് ചെയ്ത് ബാക്കിലേക്ക് പോകണം. ആ കുട്ടി ഇങ്ങനെ ആവാനുള്ള കാരണമുണ്ട്. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. 1 വയസ്സിലും 2 വയസ്സിലും 3 വയസ്സിലും 1-ാം ക്ലാസ്സിലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അവൻ എവിടെ നിന്ന് അല്ലെങ്കിൽ അവൾ എവിടെ നിന്ന് വഴിതെറ്റി തുടങ്ങി. അപ്പോൾ വീട്ടിലെ സാഹചര്യം എന്താണ്? ഇന്നത്തെ വീട്ടിലെ പല വീടുകളിലെ സാഹചര്യം, അച്ഛൻ വെള്ളം അടിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്നോ, അമ്മ അയച്ചു ബഹളമാണോ, അതിൻ്റെ ഇടയിലാണോ, അച്ഛൻ പിള്ളേരെ ദ്രോഹിക്കുന്നുണ്ടോ, അമ്മ ദ്രോഹിക്കുന്നുണ്ടോ, ഇതെല്ലാം അതിനകത്തുണ്ട്. പലതരം ആൾക്കാരാണ്. ദെൻ ഇങ്ങനെയുള്ള കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്, അവരെന്തൊക്കെ ഉപയോഗിക്കുന്നു, ഈ ഉപയോഗങ്ങൾ ഏതെല്ലാം ലെവലിൽ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിയർ കഴിക്കുകയോ ചാരായം കുടിക്കുകയോ, ഇപ്പം നമുക്ക് സിവിൽ സപ്ലൈസ് ഉണ്ട്, ബ്രാൻഡി, വിസ്കി, റം, ജിൻ, വോഡ്ക എന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ചിരിക്കും. ഇത് തന്നെ ഒരു പരിധിയിലപ്പുറത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തം പോയി നമ്മൾ വേറെ ലെവലായില്ലേ. അങ്ങനെയാണെങ്കിൽ രാസപദാർത്ഥങ്ങളായ കെമിക്കലുകൾ ഡയറക്റ്റായിട്ട് നാക്കിലും ചുണ്ടിലും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭ്രാന്തൻ പോലെ ആവില്ല. പിന്നെ ഈ വെട്ടിക്കൊന്ന ഇവനാണ് യഥാർത്ഥത്തിൽ വെട്ടിക്കൊല്ലുന്നത്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിക്കുന്നു, അപ്പുറത്ത് 3 പേരെ വെട്ടിക്കൊന്നു, ഇപ്പുറത്ത് 5 പേരെ വെട്ടിക്കൊന്നു, ഇവിടെ അച്ഛനെ കുത്തി, അവിടെ അമ്മയെ തല്ലി, അമ്മയെ വെട്ടി, അമ്മയെ കുത്തി. ഇങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസുകൾ വരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, ഈ ഓരോ കുട്ടികളും ഓരോ വ്യക്തികളും ഇങ്ങനെ ആവാനുണ്ടായ സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ചില സിനിമകളിൽ വയലൻസിൻ്റെ സിനിമകളാണ്. സിനിമ ഒരു നല്ല മാധ്യമമാണ്, കാരണം പെട്ടെന്ന് ഒരാളുടെ ഉള്ളിലേക്ക് കയറും. പക്ഷേ എല്ലാ സിനിമയിലും നല്ലതുകൊണ്ട് മോശവശമുണ്ട്. പക്ഷെ കുറേ പേരുടെ ഉള്ളിലേക്ക് മോശവശമാണ് ആദ്യം കയറുന്നത്. ഇപ്പോൾ സ്റ്റൈലിൽ ചില നടന്മാർ ചാരായം കുടിച്ച് കാണിക്കുമ്പം ഇതുപോലെ കുടിക്കണമെന്ന് ചിലർക്ക് തോന്നും. പക്ഷേ നടന്മാർ കുടിച്ചത് മുഴുവൻ കട്ടൻ ചായയും കട്ടൻ കാപ്പിയാണ്. അവരുടെ ലിവറിനും ലങ്സിനും കിഡ്നിക്കും ഒന്നും ഒരു കുഴപ്പമുണ്ടല്ലോ, ഇല്ല അല്ലേ? അതാ മമ്മൂക്ക മുമ്പെങ്ങാണ്ട് പറഞ്ഞത്, ഇത് കയറി ഒരുപാട് അനുകരണം കാണിക്കരുത്. അതാ. അപ്പോൾ നമ്മുടെ കുട്ടി അത് അനുകരിക്കുന്നു, കത്തിയെടുത്ത് കുത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതെവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഏത് സിനിമയിലാണ് ഈ സാധനം വന്നത്? അപ്പോൾ പാരൻസ് തീരുമാനിക്കണം കുട്ടികളെ ഏതൊക്കെ സിനിമകൾ കാണിക്കണം, ഏതൊക്കെ കാണിക്കേണ്ട, ഏതൊക്കെ ചാനൽ പരിപാടി കാണിക്കണം, ഏതൊക്കെ കാണിക്കേണ്ട. ഇതൊക്കെ പാരൻസ് കുട്ടിയിലെ ചെറുതിലേ തുടങ്ങണം. ചൊട്ടയിലെ ശീലം ചുടല. അല്ല വളർന്ന് ഉയർന്നിട്ട് പിന്നെ കതിരിമയെ കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇപ്പം പണ്ട് ലെഗിൻസിനെതിരെ സാറ് സംസാരിച്ചിട്ടുണ്ട്, വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു. ഇപ്പം ഈ അടുത്തിടുന്ന ഇഷ്യൂ കണക്റ്റാണ് സാറ് പറഞ്ഞു. ഇപ്പം ഈ വസ്ത്രധാരണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നോക്കാതിരുന്നാൽ പോലെ. എന്നിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കമൻറ്റ് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ലല്ലോ. വസ്ത്രധാരണം അവരവരുടെ ചോയ്സാണ്, യാതൊരു സംശയമില്ല. ഓരോ സ്ഥലത്തും അതൊക്കെ എത്രയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു സംഭവമാണ്. ഓരോ ഏരിയകളിലും ഓരോ സമയത്തും ഇടേണ്ട. ഇപ്പം നമ്മൾ ബീച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കോളേജിൽ പഠിക്കാനായിട്ട് പോകത്തില്ല. പാർട്ടി വെയർ ഇടേണ്ടത് ആ സമയത്താണ്. ഓരോന്നിനും ഓരോ തരം വസ്ത്രധാരണ രീതികളുണ്ട്. അത് മാറ്റിമറിച്ചിട്ട് അത് തിരിച്ചാക്കിയാൽ എന്താ കുഴപ്പം? എന്തും തലരിഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഏത് വസ്ത്രം, ഏത് ടൈപ്പ് വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണെങ്കിലും ഓരോ വ്യക്തികൾക്കും ഒരു വകതിരിവ്, ഒരു ബോധം, ഒരു ചിന്താശേഷി, ഒരു സാമൂഹ്യ പ്രതിബദ്ധത, ഒരു പൊതുബോധം. എന്നെ പബ്ലിക്ക് കാണുകയാണ്, അവരെന്നെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം ഫ്യൂച്ചറിലെന്നെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള തന്നെ ചെയ്യും. ഇപ്പം നിങ്ങൾ എനിക്ക് ഒരു സിനിമയിലേക്ക് ചാൻസ് തരുന്നു, അതിലെനിക്ക് തരുന്ന വേഷം എന്ന് പറയുന്നത് കൗബീനം, കോണാനും എടുത്തിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഞാനത് ചെയ്താൽ എനിക്ക് അവാർഡ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിനിമയിൽ സ്ക്രിപ്റ്റ് അത് ആവശ്യപ്പെടുകയാണ്. അത് സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ ഈ എറണാകുളം ടൗണിലൂടെ ഈ സംഗതി എടുത്തുകൊണ്ട് പബ്ലിക്കിൽ ഞാനിങ്ങനെ നടക്കുകയാണെങ്കിലോ എനിക്ക് എന്തോ സാരമായ തകരാറുണ്ടെന്ന് വിചാരിക്കണ്ടേ? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും പലരും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടും? പബ്ലിസിറ്റി പഠിച്ച് റാങ്ക് വാങ്ങിച്ചും പബ്ലിസിറ്റി കിട്ടും. ഹരിത വി കുമാർ IAS, ആ മാഡം ഇപ്പം കളക്ടറായിരുന്നു, ആ വലിയ ഏതോ പൊസിഷനിലാണ്. 1 വർഷം കൊണ്ടാണ് പഠിച്ച IAS എടുത്തത്. എല്ലാവരും അറിഞ്ഞില്ലേ? അതും പബ്ലിസിറ്റിയാണ് അല്ലേ? ഇപ്പം ശ്രീജിത്ത് IPS അയ്യപ്പ ശബരിമലയിൽ ഉണ്ടായിരുന്ന ഇപ്പം അത് കച്ചേരി നടത്തി. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. കഴിവുകൾ പുറത്തേക്ക് വരട്ടെ. പക്ഷെ അതാ നല്ല കഴിവുകൾ പൊതുബോധത്തിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ അതിനൊരു റെസ്പെക്റ്റ് കിട്ടും. പക്ഷെ മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ കുട്ടികൾ പലതും എടുക്കുന്നത്. ആ കുട്ടികൾ എടുക്കുമ്പോൾ അവർ എത്ര കാലം ജീവിക്കേണ്ടവരാണ്. ആ ജീവിക്കേണ്ട കുട്ടികൾ അവരുടെ ജീവിതം
ചെറുതിലേ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ് ഇപ്പോൾ 10 വയസ്സിൽ 15 വയസ്സിൽ 20 വയസ്സിൽ പലരുടെയും ശരീരം പോകുന്നു, പലരും രോഗികളാകുന്നു. ഇവർ പിന്നെ ഇനി എത്ര വർഷം വരെ പോകും? ഇനി ഈ ഇപ്പോഴത്തെ യുവതലമുറയെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം അടിച്ചു പൊളിക്കുന്ന യുവതലമുറയിലെ കുറേ പേര്, എല്ലാവരും ഒന്നുമല്ല, കുറച്ച് കൂടുന്നു എന്ന് കാണുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധത കൂടിയിട്ട് ആ കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ടിട്ടാണ് വിളിച്ചു പറയുന്നത്, അവർക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ. ഇപ്പോൾ സുമേഷ് ഈ ഇത്രയും തടിയുള്ള ഈ മനുഷ്യൻ, താങ്കളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബീജം എന്ന് പറയുന്ന സ്പേം, അത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു അണു അത്രേ. അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൽ മനുഷ്യൻ്റെ 46 ക്രോമസോം ഒരു കോശത്തിൽ 23 ക്രോമസോമും 40,000 മുതൽ 50,000 ജീനുകൾ കൊണ്ട്, കണ്ണിൻ്റെ ജീൻ, മൂക്കിൻ്റെ ജീൻ, ചെവിയുടെ ജീൻ, ചുണ്ടിൻ്റെ ജീൻ, രോമത്തിൻ്റെ ജീൻ, ഇങ്ങനെ അത്രയും ജീനുകളായ DNA കൊണ്ട് ഈ ബീജം സുമേഷിൻ്റെ ടെസ്റ്റക്കിളിൽ നിന്ന് പുറപ്പെട്ട് ഇത് വന്ന് ഇത്രയും ക്യാരക്ടേഴ്സ് വന്ന് പെൺകുട്ടിയുടെ അണ്ടത്തിലേക്ക് പതിക്കുമ്പോൾ ഇതേപോലെ തന്നെ അവിടെയും മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിയാൽ അത്രയും അണുപോലെയുള്ള അണ്ടത്തിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടേഴ്സ് മൊത്തം കിടക്കുകയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പം അത്ഭുതകരമായ ഒരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഇത്രയും അവയവങ്ങളോട് കൂടി. പക്ഷേ തോന്നിയവാസിയായ സുമേഷാണെങ്കിൽ, ലഹരി അടിച്ച സുമേഷാണെങ്കിൽ, തോന്നിയ പോലെ ഇറുകിയ വസ്ത്രങ്ങൾ കാലാവസ്ഥ നോക്കാതെ ധരിച്ചതാണെങ്കിൽ, മൊബൈൽ ഫോണുകൾ ടെസ്റ്റക്കിളും ഓവറിയും ചേർത്തുള്ള പാൻസിൻ്റെ പോക്കറ്റിലൂടെ എത്രയോ തെളിവുകൾ വന്നു കഴിഞ്ഞു, മൈക്രോവേവ് അടിച്ചുകൊണ്ടും, അല്ലെങ്കിൽ മരുന്നുകൾ ഒരുപാട് കഴിച്ചും, അല്ലെങ്കിൽ ലഹരികൾ ഒരുപാട് കഴിച്ചും, പലതും ഇതിലൂടെ ടെസ്റ്റക്കിളിൽ ഈ പറയുന്ന അത്രയും മൈക്രോ ആയിട്ടുള്ള ആ ബീജത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള ആ നൂല് പോലെയുള്ള ആ DNA കണ്ണിൻ്റെ DNA ഡാമേജ് ആക്കിയിട്ടാണ്, അല്ലെങ്കിൽ കയ്യുടെ DNA ഡാമേജ് ആക്കിയിട്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ DNA ഡാമേജ് ആക്കിയിട്ടാണ് നേരെ അണ്ടത്തിലേക്ക് പോയി പതിക്കുന്നത്. അതാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെയും അതുപോലെ എന്തെങ്കിലും വൈകല്യം ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ പെൺകുട്ടികളുടെ ഇടയിലും ലഹരി ഉപയോഗം കൂടുന്നു എന്ന് നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തി എഴുതുന്നത്. അപ്പോൾ ഇത് ചേർന്ന് ആ ജനിക്കുന്ന കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ വന്നാൽ ആ കുട്ടിയാണ് ആ പ്രോബ്ലം ആണോ? അല്ല. അപ്പം ആ ബീജത്തിനെ അയക്കുന്ന വ്യക്തി, അത് സുമേഷായാലും മറ്റൊരായാലും, അയാൾക്ക് ഒരു 5 വർഷം മുമ്പേ ഒരു ബോധം ഉണ്ടാകണം, എനിക്ക് ഫ്യൂച്ചറിൽ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണം, ആരോഗ്യ ദൃഢഗാത്രരായ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണം. അപ്പം എൻ്റെ ലഹരി ഉപയോഗം പാടില്ല. ഇപ്പോൾ ലഹരി ഉപയോഗം വളരെയധികം കൂടിയിരിക്കുകയാണ് കുട്ടികളുടെ ഇടയിൽ, കൗമാരപ്രായക്കാരുടെ ഇടയിൽ. അതൊരു രസകരം, കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്നടിക്കാം, പിന്നെയുള്ള കാര്യമല്ലേ. പക്ഷേ ഈ അടി തെങ്ങിൻ്റെ മണ്ട പോയ ഒരു പൂങ്കലിൽ നിന്നാണെങ്കിൽ എന്ത് തരം തേങ്ങ വരും? അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ മണ്ടയോടുകൂടി അടിച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കൗമാരപ്രായക്കാരായ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെങ്ങാണ്ട് പത്രത്തിൽ വന്നു 12 വയസ്സോ 11 വയസ്സുള്ള കൊച്ച് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ആ ജനിച്ച കൊച്ചിന് എത്ര ഹെൽത്ത് ഉണ്ടായിരിക്കും? മുമ്പ് സുമേഷിൻ്റെയൊക്കെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ സുമേഷിൻ്റെ അച്ഛൻ സുമേഷ് കുഞ്ഞായി ജനിച്ചപ്പം അഭിമാനത്തോടെ പറഞ്ഞു 4 കിലോ ഉണ്ട്, 3.5 കിലോ ഉണ്ട്, 3.25 കിലോ ഉണ്ട്, 3 കിലോ ഉണ്ട് എന്നല്ലേ. എന്നാൽ ഇന്നെന്ന് അന്വേഷിച്ച് നോക്കി, പലയിടത്തും ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 1 കിലോ, 1.25 കിലോ, 1.5 കിലോ, 3/4 കിലോയിലൊക്കെ വരുമ്പോൾ എൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചൊന്ന് ആലോചിക്കണം. എഫിഷ്യൻസി കാരണം എന്താ? പല കാരണങ്ങൾ. അതിലെ ഒരു കാരണമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. +2 പഠിക്കുമ്പോഴേ ഒളിച്ചോടുന്നു, സ്കൂളിൽ പഠിക്കുമ്പോഴേ കോളേജ് പഠിക്കുമ്പോഴേ ഓട്ടമാണ്, ചെന്ന് കയറി ആദ്യമേ കൊച്ചിനെ സൃഷ്ടിക്കുകയാണ്. നല്ല മൂത്ത തേങ്ങയാണോ നമ്മൾ തെങ്ങും തൈ ഉണ്ടാക്കാനായിട്ട് എടുക്കുക, അതോ കരിക്കാണോ എടുക്കുന്നതെന്നൊരു കോമൺ സെൻസ് ചിന്തിക്കേണ്ടത്. അപ്പം ഇല്ല, വികാരം കൊണ്ട് അവർ തോന്നിയ ഇണക്കങ്ങൾ. അതാണ് നമ്മുടെ കഴിഞ്ഞ ചർച്ചകളിൽ ഞാൻ പറഞ്ഞത്, ആധ്യാത്മികമായൊരു നോളജ്, ആത്മീയമായൊരു നോളജ്, വേദത്തിൻ്റേതായ ഒരു നോളജ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇത് ഭ്രമമാണ്. ഈ ഭ്രമം ലഹരിയും കൂടെ കയറി കഴിയുമ്പോഴോ ഒരു രക്ഷയില്ല. ഇത് ആലുവ മണപ്പുറത്ത് മഹാദേവൻ്റെ കൂടെ തൊഴാനായിട്ട് പോകുമ്പം ആ പെരിയാറിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ യൂണിഫോമിൽ തന്നെ കുട്ടികളെ കാണാറുണ്ട്. ഞാൻ നോക്കാറ് പോലില്ല, കാരണം ഇന്ന് എൻ്റെ ജോലിയല്ല, ഞാൻ ആർട്ടിസ്റ്റായി. അതാണ്. ഇനി ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. നല്ല സുന്ദരി, നല്ല കണ്ടാൽ തന്നെ നല്ല പെൺകുട്ടികൾ,
ഒരു +2-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ കൂടെ നിൽക്കുന്ന പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്യഗ്രഹ ജീവിയാണോ ഇതെന്ന് തോന്നിപ്പോകും. എല്ലാമൊക്കെ വലിച്ച് കീറിയിട്ട് മുടിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈൽ സംഭവം. ഇപ്പോൾ വേറൊരു കോൺസെപ്റ്റ് ഇവിടെ തുടങ്ങും. ലുക്കിൽ ജഡ്ജ് ചെയ്യണ ശരിയാണോ? ലുക്കിൽ ജഡ്ജ് ചെയ്യുന്ന സാധനത്തിൽ ലുക്ക്, പിന്നെ നമ്മൾ കാണുന്ന സംഗതിയൊക്കെ മനസ്സിലാക്കണ്ടേ. എങ്ങനെയാണ് ഒരു വ്യക്തിയെ നമ്മൾ കാഴ്ചയിലൂടെയും നമ്മൾ ആൾക്കാരെ വിലയിരുത്തും ഇല്ലേ? ഒരു IAS കാരൻ അല്ലെങ്കിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, ഓരോന്നിനും ഓരോ ചിട്ടയും വട്ടവും ഓരോ സാധനങ്ങളുണ്ട്. അവരെ ഡ്രസ്സ് വേണ്ട. പോലീസുകാരൻ ഡ്രസ്സില്ല, യൂണിഫോമിലല്ലാതെ പോയാലും അവൻ്റെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു മിലിറ്ററിയോ പോലീസോ ആണ് ബോഡി ലാംഗ്വേജ്. അപ്പം ഇത് സ്വന്തമായി തന്നെ ഇങ്ങനെ ലെവലിലാകുന്നത് ഒരു വെറുതെ ആക്കിക്കൂട്ടുന്നതാണ്. ആ വ്യക്തി മോശമെന്നോ ആ വ്യക്തിക്ക് കഴിവില്ലെന്നോ ബുദ്ധിയില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. അവരെ തന്നെ കോമാളി വേഷം കെട്ടിച്ചേക്കുകയാണ്. നല്ല കഴിവുകളെ ഇല്ലാതാക്കി മെറ്റിച്ചു വെച്ചേക്കുകയാണ്. നല്ല സ്മാർട്ടായിട്ട് പോയി നില്ലേ. അപ്പോൾ ഇവിടെ വരുന്ന എന്താ, ഇങ്ങനെ ഇതിൽ കുറഞ്ഞ ടൈപ്പാണ് എങ്കിൽ എനിക്ക് എന്നെ എപ്പോഴും നന്നായി നോക്കിക്കോളും. മുമ്പ് നമ്മൾ ചർച്ചകൾ സംസാരിച്ചിട്ടുള്ള പോലെയുള്ള തോന്നലുകളാണ്. ഒരു സുന്ദരനായ പയ്യൻ ആണെങ്കിൽ കോംപ്ലക്സ് വന്നാലോ, എനിക്ക് സൗന്ദര്യം കുറഞ്ഞു പോയാലോ. മാനസികമായി ഇന്ന് ഞാൻ കൂടുതൽ വിശദമാക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോൺട്രവേഴ്സി കയറിപ്പോണ സാധനമായതുകൊണ്ടാണ് വിശദമാക്കാത്തത്. പക്ഷെ മാനസിക വൈകല്യങ്ങൾ ഇന്ന് കൗമാരപ്രായക്കാരുടെ യൗവനക്കാരുടെ ഇടയിൽ കൂടുന്നോ കുറയുന്നോ സുമേഷേ? മാനസിക വൈകല്യം, സംശയരോഗം, ഡൈവേഴ്സിൻ്റെ എണ്ണം, വീട്ടുകലഹങ്ങൾ. നമ്മുടെ അമ്മയും അച്ഛൻ്റെയും കുടുംബങ്ങളും എടുത്തു വെച്ച് നോക്കുക. ഇപ്പോഴത്തെ കല്യാണങ്ങൾ കഴിഞ്ഞുള്ള ന്യൂജൻ കല്യാണങ്ങളിലേക്ക് നോക്കുക, അന്വേഷിക്കുക, റിസർച്ച് നടത്തുക. അപ്പം പലരും മാനസിക ആരോഗ്യമില്ല, സംശയാലുക്കളാണ്. അതുകൊണ്ടാണ് ഈ മൊബൈൽ സീക്രസിയും മൊബൈൽ പ്രൈവസി ആയത്. എൻ്റെ മൊബൈൽ നീ എന്തിനു തൊട്ടു? ഭാര്യയാവുന്ന പെണ്ണ് ഭർത്താവായ ഒരു പ്രശ്നം ചോദിക്കുന്നതാണ്. പിന്നെ അവിടെ ഫാമിലി വേണ്ടല്ലോ. അപ്പോൾ ഫാമിലി ഐക്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നല്ല പടങ്ങൾ, നല്ല സിനിമകൾ. നമുക്ക് സിനിമകളിലൂടെ ഉള്ള ഗുണം എന്ന് പറയുന്നത് കണ്ണിലൂടെ കാണാം, പറയുന്നത് ചെവിയിലൂടെ കേൾക്കാം, മനസ്സിലൂടെ വിശകലനം ചെയ്യാം, ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കാം. ഒരേ സമയം നമ്മുടെ പല ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്ത് സിനിമ കണ്ടിറങ്ങുമ്പം പഠിക്കാത്ത കുട്ടിക്ക് വേണമെങ്കിൽ ചില സിനിമകൾ കണ്ടുമ്പോൾ എനിക്കും ഇതുപോലെ IAS എടുക്കണം എന്ന് പറഞ്ഞിറങ്ങാം അല്ലേ. എനിക്കും ഇതുപോലൊരു പോലീസുകാരനായിട്ട് ആവണം, പോലീസ് ഓഫീസറും ദി കിങ് എന്നൊക്കെ പറഞ്ഞ മമ്മൂക്കയുടെ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു IAS ഇത്രയൊക്കെ പവർ ഉണ്ടല്ലോ, ഒന്ന് എടുക്കണമായിരുന്നു. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്നാൽ പിന്നെ IPS മതി. നല്ല സംഗതി, അതൊക്കെ ഒരുപാട് മെസ്സേജുള്ള സംഗതികളാണ് അല്ലേ. അപ്പം അതാണ്. അപ്പം നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം സിനിമയുണ്ട് എത്ര പേരാണ് ജീവിക്കുന്നത്, ഒന്ന്. രണ്ട്, സിനിമ കാണുന്നെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻ്റായിട്ട് കണ്ടാൽ മതി, ശരിയല്ലേ. പക്ഷെ ഇതിൽ നിന്ന് വേണ്ടാത്തത് എടുക്കുന്നതാണ് പല കുട്ടികളും. അത് അനുകരിച്ച് നോക്കാൻ ശ്രമിക്കുന്നു. കടാരകൾ കോളേജിൽ സ്കൂളിൽ കൊണ്ടുവരുന്നു. പുസ്തകം കൊണ്ടുപോകേണ്ട ബാഗിനകത്ത് രഹസ്യമായ ഈ സാധനങ്ങൾ. ഈ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിലും അവരെ ഗ്ലോറിഫൈ ചെയ്ത് മാസ് BGM ഒക്കെ കയറ്റി അവർക്ക് മാസ് കൊടുത്തിടുന്ന ഒരു സ്വഭാവം ഇപ്പോൾ അധികം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസായ ഒരു മൂവിയിലെ ഒരു വില്ലൻ ക്യാരക്ടർ ഭയങ്കര രസകരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കഥാപാത്രം സൂപ്പറാണെന്ന്, അത് റിയൽ ലൈഫിലൊരു മാസാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റാർട്ടസുകൾ പോകുന്നുണ്ട്. ഇത് കണ്ട് അധികം മാനസികമായിട്ടുള്ള മെച്യൂരിറ്റി വരാത്ത കുട്ടികൾ ഇത് വാവ് അതായിരിക്കാം, അതല്ല സാർ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സുമേഷിന് കത്തി. ഈ സംഭവം സുമേഷിന് കിട്ടിയ ഈ ഇൻഫർമേഷൻ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പരസ്യമായി കൊടുക്കുന്നില്ല? 10 കുട്ടികളിൽ 2 പേരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് മാറിയാലോ. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയെ പണം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുമ്പോൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ ഇനിയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ വരാൻ പോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് നാച്ചുറലിനേക്കാൾ ഗംഭീരമാക്കിയിട്ട് പല കാണുന്നുണ്ടല്ലോ. സാധാരണ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പെണ്ണാണ് ആണാണെന്ന് പറയും. എനിക്ക് തെറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ. അവസാനം ഞാൻ കുത്തി നോക്കുമ്പം നാച്ചുറൽ പടങ്ങളോടൊപ്പം ആർട്ടിഫിഷ്യലൂടെ കയറി
ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് വളരെയധികം ഡേഞ്ചറസിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി സൈബർ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ? ശരിയാണ്. അത് എല്ലാം ശരിയാണ്, ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് എന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഇനി വരും കൂടുതലായിട്ടും. ഈ തട്ടിപ്പിന് ഇരയാകുന്നു. ഇത്രയും ബുദ്ധിയുള്ള കേരളം, മലയാളികൾ ഇത്രയും ബുദ്ധിയുള്ളവർ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവരെ അങ്ങോട്ട് വിരട്ടുമ്പോൾ ഉടനെ തന്നെ അവരങ്ങ് വീഴുന്നു, പൈസ കൊടുക്കുന്നു. എന്തിന്? ഇപ്പം അത് ഒരുപാട് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ ന്യൂസും കൊടുക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പം ഒരുപാട് ബോധമൊക്കെ ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ റിംഗ് ടോണിലൊക്കെ അത് സംസാരിച്ച് വരുന്നു. എന്നാലും അപ്പം ക്രിമിനൽ ടെൻഡൻസി പുതുതലമുറയിൽ പല ആൾക്കാർക്കും കൂടി വരുന്നു അല്ലേ? പണം തട്ടിപ്പ് എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ ധർമ്മ അർത്ഥ കാമം എന്നാണ് പറഞ്ഞത്. ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് സുഖകരമായി ജീവിക്കുക, വിയർക്കാതെ കഷ്ടപ്പെടാതെ പരിശ്രമം. നിങ്ങളെ രാവിലെ ആ പൂജയ്ക്ക് വേണ്ടി എല്ലാം കൂടെ അങ്ങോട്ട് ഓടി അവിടെ അത് കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വേറൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണി ചെയ്തിട്ടുണ്ടാക്കുന്നു അല്ലേ? നിങ്ങളെല്ലാം ഇടുന്ന പലതിൻ്റെ എടുത്ത് വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പേ ഇരുന്ന് പലതും കട്ട് ചെയ്തിട്ട് പലരുടെയും എടുത്തിട്ടിട്ടതിന് ശേഷം അവിടെ ഇരുന്നൊരു പുതിയ സാധനമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ പണം ഉണ്ടാക്കുന്ന പറയണം. ആലോചിച്ചു നോക്ക്. രാവിലെ ഉറക്കമണിക്കുക, ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ട് കയറി ഇരുന്ന് റിവ്യൂ അല്ലെങ്കിൽ വായി തോന്നനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കുറേ പൈസ ഉണ്ടാക്കുക. ഇതൊന്നും അധികകാലം പോകില്ല.